അങ്ങനെയാണ് ഗോവിന്ദന് പകരം എന്നെ നായകനാക്കിയത് എന്നാണ് നസീർ സാർ പറയുന്നത്. BS സരോജം അന്ന് നല്ല പ്രശസ്തയാണ്. നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും അവരെ ഭയമായിരുന്നു എന്നാണ് നസീർ സാർ പറയുന്നത്. അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. അവരുമൊത്ത് അഭിനയിക്കാൻ എനിക്ക് ആദ്യമൊക്കെ അകാരണമായ ഒരു ഭയമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പരിഭ്രമം. കാരണം പ്രശസ്തയായ ഒരു നടിയിലെ നായകനായിട്ട് അഭിനയിക്കില്ല, തുടക്കക്കാരനല്ലേ. അവരെ കെട്ടിപ്പിടിച്ച് പ്രേമരംഗം അഭിനയിക്കുമ്പോൾ നസീർ സാർ നന്നായിട്ട് വിറയ്ക്കും, പാടാൻ ചുണ്ടനങ്ങില്ല, വിഷമിക്കും. ഇതൊക്കെ സരോജ മനസ്സിലാക്കി. എനിക്ക് വേണ്ട വിധത്തിൽ പ്രോത്സാഹനം തന്ന് എന്നെ ഉത്സാഹപ്പെടുത്തി പാട്ട് പാടേണ്ട സന്ദർഭം വരുമ്പോൾ എന്നെ അവർ ചുരണ്ടും ദേഹത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒരു അഭിനയിച്ചിട്ടിരിക്കുമ്പോൾ മ്യൂസിക്കിൻ്റെയൊക്കെ കഴിഞ്ഞ് ലിപ്പനക്കേണ്ട ചുണ്ടനക്കേണ്ട സമയമാകുമ്പോൾ, പാട്ട് പാടാനുള്ള ചുണ്ടനക്കാനുള്ള സമയമാകുമ്പോൾ BS സരോജ പതുക്കെ നസീർ സാറിൻ്റെ ദേഹത്ത് എവിടെയെങ്കിലും ചുരണ്ടും. അപ്പോൾ നസീർ സാർ പാടും, കറക്റ്റായിരിക്കും സിങ്ക്. ഞാനപ്പോൾ പാടും. അങ്ങനെ മൂന്നാമത്തെ ഡ്യൂയറ്റും ഞാൻ പാടി അഭിനയിച്ചു. 3 ഡ്യൂയറ്റും ലവ് സോങ്ങുകളായിരുന്നു. അസോസിയേറ്റ് പിക്ചേഴ്സ് അമ്മ എന്നൊരു ചിത്രം നിർമ്മിച്ചതാണ് ഉദയ അച്ഛൻ എന്ന പേരിട്ട് സിനിമ പിടിക്കാൻ കാരണം. അസോസിയേറ്റ് വാസുവിന് അമ്മ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാമെങ്കിൽ ഉദയയ്ക്ക് അച്ഛൻ എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാമെന്നൊരു വാശി കുഞ്ചാക്കോയ്ക്ക് വന്നതിൻ്റെ പേരിലാണ് ഇതെടുക്കാൻ കാരണം. ജീവിത നൗക, ബിഷപ്പിൻ്റെ വിളി പോലുള്ള വായിൽ കൊള്ളാത്ത പേര് അടുത്ത സിനിമയ്ക്ക് വേണ്ട എന്ന് കുഞ്ചാക്കോയുടെ ഭാര്യ അന്നമ്മ കുഞ്ചാക്കോ കട്ട് ആൻഡ് റൈറ്റായിട്ട് കുഞ്ചാക്കോയോട് പറഞ്ഞിരുന്നു. തെക്കുറിശ്ശിയുടെ ശരിയോ തെറ്റോ എന്ന തിരക്കഥ ഭേദപ്പെട്ടതായിരുന്നു. ഉദയയുടെ അടുത്ത തിരക്കഥ എഴുതാൻ കുഞ്ചാക്കോ തെക്കുറിശ്ശിയെ ഏൽപ്പിച്ചു. തെക്കുറിശ്ശിയുടെ മായ, ജീവിതയാത്ര എന്നീ നാടകങ്ങൾ തെക്കുറിശ്ശി തന്നെ ചുരണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന സീനുകളൊക്കെ ചേർത്താണ് അച്ഛൻ്റെ തിരക്കഥ ഉണ്ടാക്കിയത്. ഇവിടെ തെക്കുറിശ്ശിക്ക് അക്കിടി പറ്റിയ കഥ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നായകനായി നിൽക്കുന്ന തെക്കുറിശ്ശി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ഈ പറയുന്ന അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിലെ ടൈറ്റിൽ റോളായ അച്ഛൻ്റെ വേഷം തെക്കുറിശ്ശിക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതോടുകൂടി തെക്കുറിശ്ശി സ്റ്റാമ്പ് ചെയ്യപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിന് അച്ഛനും അളിയനും അമ്മാവനും വേഷങ്ങളല്ലാതെ ഒരു സിനിമയിലും അദ്ദേഹത്തിന് എന്താ പറയുക നായകനായിട്ട് അഭിനയിക്കാൻ പറ്റിയില്ല. പിന്നെ നായകനായിട്ട് നസീർ സാറായിരുന്നു ഉദയ അടക്കമുള്ള സ്റ്റുഡിയോകളുടെ അവസ്ഥ. അങ്ങനെ ആ അച്ഛനോടുകൂടി എന്താ പറയുക തെക്കുറിശ്ശി നസീർ സാറിൻ്റെ അടക്കം അച്ഛനായി മാറി. അതാണ് അച്ഛൻ്റെ കഥ. അടുത്തത് നസീർ സാർ പറയുന്നത് തിരുവിതാംകൂർ സഹോദരിമാരെക്കുറിച്ചാണ്, ലളിത, പത്മിനി, രാഗിണിമാരെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത് തിരുവിതാംകൂർ സഹോദരിമാർ 3 പേർ. അതിൽ ലളിതയുമായി പ്രേം നസീർ മെർലാൻഡിൻ്റെ പൊൻകുന്നം വർക്കി എഴുതിയ പൊൻകതിർ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. പത്മിനി വിവാഹിത എന്ന് പറഞ്ഞ സിനിമയിൽ നസീർ സാറിൻ്റെ നായികയായിരുന്നു. രാഗിണി നിരവധി സിനിമകളിൽ നസീർ സാറിൻ്റെ നായികയായി. 3 പേരും ദക്ഷിണേന്ത്യൻ സിനിമകളിൽ ശ്രദ്ധേയരായിരുന്നു. പത്മിനി ഹിന്ദി ചലച്ചിത്രവേദിയിലും വളരെ കാലം രാജ്ഞിയായി വിരാജിച്ചു എന്നാണ് നസീർ സാർ പറയുന്നത്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന കൂട്ടത്തിലായിരുന്നു ഈ 3 സഹോദരിമാരും എന്ന് നസീർ സാർ പറയുന്നു. നല്ല ഇംഗ്ലീഷ് സ്വാധീനമുണ്ട് മൂവർക്കും. ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ്. കല എന്ന് വെച്ചാൽ എന്താണെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഈ 3 പേർക്കും അറിയാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവർ 100% കലാകാരികളായിരുന്നു എന്നാണ് നസീർ സാർ പറയുന്നത്. പലർക്കും ഇല്ലാത്ത ചില നല്ല സ്വഭാവങ്ങൾ ഇവർക്കുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് പ്രതിപക്ഷ ബഹുമാനമുള്ളവരായിരുന്നു ലളിത, പത്മിനി, രാഗിണിമാർ. നല്ല പെരുമാറ്റവും. രാഗിണി 1ാം തരമായി പാടുകയും ചെയ്യും. എല്ലാം അറിയാമെങ്കിലും ഒന്നും പുറത്തു കാണിക്കുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല രാഗിണി. ഇവർ 3 ഉദാര മനസ്കരും ധർമ്മിഷ്ഠരുമായിരുന്നു എന്നാണ് നസീർ സാർ പറയുന്നത്. ഈ നടികളോടൊപ്പം അഭിനയിക്കുന്നത് പലപ്പോഴും എനിക്ക് ഒരു അനുഭൂതിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നാണ് നസീർ സാർ ലളിത, പത്മിനി, രാഗിണിമാരെക്കുറിച്ച് പറയുന്നത്. നസീർ സാർ അടുത്ത് പറയുന്നത് മിസ് കുമാരിയെക്കുറിച്ചാണ്. കുമാരി നല്ല തങ്കയിൽ അഭിനയിച്ച് പേരെടുത്ത കാലത്താണ് ഞാൻ കുമാരി നല്ല തങ്കയിൽ അഭിനയിച്ച് നല്ല പേരെടുക്കുന്ന കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു എന്നാണ് നസീർ സാർ പറയുന്നത്. മെർലാൻഡിലെ ഒരു ചിത്രത്തിലൂടെയാണ് ഞങ്ങൾ ഒരുമിച്ചത്. അനിയത്തി എന്ന് പറഞ്ഞ സിനിമയിലാണ് മിസ് കുമാരി നസീർ സാറിൻ്റെ നായികയായത്. 13ാം വയസ്സിൽ പ്രഹ്ലാദ എന്ന ചിത്രത്തിൽ തുടക്കമിട്ട TK ബാലചന്ദ്രൻ ഈ ചിത്രത്തിലാണ് നായകനായി തുടക്കം കുറിക്കുന്നത്. വെള്ളി നക്ഷത്രം എന്ന ചിത്രത്തിലാണ് മിസ് കുമാരി
ഉദയയുടെയാണ് വെള്ളി നക്ഷത്രം. മിസ് കുമാരിയുടെ തുടക്കം, നല്ല തങ്കയുടെ വിജയം അവരെ ശ്രദ്ധേയയാക്കി. തുടർന്ന് 15ഓളം സിനിമകളിൽ പ്രേം നസീറിൻ്റെ നായികയായിരുന്നു മിസ് കുമാരി. ആദ്യകാല നായികമാരിൽ പ്രേം നസീർ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചത് മിസ് കുമാരിയോടൊപ്പമാണ് എന്ന് അഭിമാനത്തോടെ അദ്ദേഹം പറയുന്നു. ബുദ്ധിയും തീക്ഷ്ണശക്തിയും ഉള്ള ഒരു സ്ത്രീയായിരുന്നു മിസ് കുമാരി. പഠിച്ചിരുന്നുവെങ്കിൽ അവർക്ക് IAS ആകാമായിരുന്നു എന്നാണ് നസീർ സാർ പറയുന്നത്. അത്രയ്ക്ക് കഴിവുണ്ടവർക്ക്. സ്ക്രിപ്റ്റും സംഭാഷണവുമൊക്കെ അവർ ഒറ്റ വായനയിൽ തന്നെ മനസ്സിൽ കുറിച്ചിടും. നല്ല ഓർമ്മശക്തിയാണ് മിസ് കുമാരിക്ക്. ലളിതമായ വേഷം ധരിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം. ഇപ്പോൾ നടികളെന്നാൽ ഉയർന്ന തരം വസ്ത്രങ്ങൾ ധരിക്കണമെന്ന ധാരണയാണല്ലോ സിനിമയിലുള്ളത് എന്ന് നസീർ സാർ ചോദിക്കുന്നു. പക്ഷേ ലളിതമായ വേഷങ്ങൾ മാത്രമേ മിസ് കുമാരി ധരിക്കുമായിരുന്നു. എന്നാൽ വളരെ വില കുറഞ്ഞ സാരികൾ ധരിക്കാനായിരുന്നു മിസ് കുമാരിക്ക് ഇഷ്ടം. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അവർ ഹൃദ്യമായി ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്യൂ, മറുപടി പറയില്ല. സ്വന്തം മാതാപിതാക്കളോടും അവർ കാണിക്കുന്ന താല്പര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. മിസ് കുമാരി അമ്മയോടും അച്ഛനോടൊക്കെ കാണിക്കുന്ന താല്പര്യം നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നാണ് നസീർ സാർ പറയുന്നത്. ഇങ്ങനെയൊക്കെ മാന്യമായി ജീവിച്ച മിസ് കുമാരിയുടെ ജീവിതം ഒരു ട്രാജഡി ആയിരുന്നു എന്ന് നസീർ സാർ പറയുന്നു. അതിൽ വളരെയേറെ ദുഃഖിക്കുന്നവനാണ് ഞാൻ എന്ന് നസീർ സാർ പറയുന്നു. സിനിമാ രംഗത്ത് എനിക്ക് ബഹുമാനമുള്ള നടികളുടെ ഒന്നാം സ്ഥാനത്ത് തന്നെ ഞാൻ മിസ് കുമാരിയെ നിർത്തുന്നു. ഒരു ദിവസം മദിരാശിയിൽ എനിക്കൊരു കല്യാണക്കുറി കിട്ടി. നസീർ സാർ അപ്പോഴേക്കും മദ്രാസിലേക്ക് താമസം മാറ്റി. എറണാകുളത്തുകാരനായിരുന്നു വരൻ. മിസ് കുമാരിയുടെ വിവാഹ ക്ഷണക്കത്താണ് നസീർ സാറിനെ തേടി ചെന്നത്. എറണാകുളത്തായിരുന്നു അവരുടെ വിവാഹം. മിസ് കുമാരി അങ്ങനെ ഒരു എഞ്ചിനീയറുടെ ഭാര്യയായി. ഞങ്ങൾക്കെല്ലാം വലിയ സന്തോഷമായി. കാരണം മോശമായില്ലല്ലോ, ഒരു എഞ്ചിനീയറുടെ ഭാര്യയാണല്ലോ എന്നുള്ള സന്തോഷം തോന്നി. വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ ആലുവ ഈസ്റ്റിലൂടെ നസീർ സാർ കാറിൽ പോകുമ്പോൾ ഒരു സ്ത്രീ 2 കുട്ടികളുമായി നടന്നു പോകുന്നു. അത് മിസ് കുമാരിയല്ലേ എന്ന് നസീർ സാറിന് തോന്നി. കാരണം ഒരിക്കലും സാർ പ്രതീക്ഷിച്ചില്ല. നല്ല വെയിലത്ത് 2 കുട്ടികളെയും പിടിച്ച് മിസ് കുമാരി ആലുവ ഈസ്റ്റിലൂടെ നടന്നു പോവുകയാണ്. ഞങ്ങൾ കാർ നിർത്തി. ഞാൻ നടന്ന് അങ്ങോട്ട് ചെന്നു. ചോദിച്ചു, മിസ് കുമാരിക്ക് കാറില്ലേ എന്ന് ചോദിച്ചു. ഭർത്താവ് എവിടെ? അവരൊന്നും പറഞ്ഞില്ല. അവരെ കാണുമ്പോൾ അവർ വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പല ഭാഗവും കീറിയ സാരിയായിരുന്നു അവർ ഉടുത്തിരുന്നത്. ബ്ലൗസും പിഞ്ഞു പോയിട്ടുണ്ട്. മാനസികമായവർ തളർന്നിരുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നസീർ സാറിന് മനസ്സിലായി. അവരെ ഒന്നും പറയാതെ സാരി തലപ്പുകൊണ്ട് കണ്ണീര് തുടച്ചിട്ട് കുട്ടികളെയും കൂട്ടി നടന്നുപോയി. അതാണ് നസീർ സാർ അവസാനമായി മിസ് കുമാരിയെ കണ്ടത്. പിന്നീട് നസീർ സാർ കേൾക്കുന്നത് അവർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ്. മിസ് കുമാരി വിഷം കഴിച്ചു മരിച്ചു. എൻ്റെ കണ്ണുകളറിയാതെ നിറഞ്ഞുപോയി എന്നാണ് നസീർ സാർ പറയുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ അടക്കിയ കുഴിമാടത്തിൽ നിന്ന്, സെമിത്തേരിയിൽ നിന്ന് ശവം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള ദുഃഖകരമായ വാർത്തയും നസീർ സാറിന് കേൾക്കേണ്ടി വന്നു. മിസ് കുമാരി വിഷം കഴിച്ചു മരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് അവരുടെ വീട്ടുകാർ പരാതി പോലീസിന് കൊടുത്തതിൻ്റെ പേരിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. പക്ഷേ ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് പിന്നെ നസീർ സാർ പറഞ്ഞിട്ടില്ല. എനിക്ക് നസീർ സാർ പറഞ്ഞ ആ കമൻറ്റുകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് സിനിമാക്കാരിയായ മിസ് കുമാരിക്ക് ഇങ്ങനെ ഒരു ട്രാജഡി വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കും സങ്കടം തോന്നി. അടുത്ത അദ്ദേഹം പറയുന്നത് രാജാ സുലോചന എന്ന് പറയുന്ന നടിയെക്കുറിച്ചാണ്. 1957 മനസാക്ഷിയിലാണ് ഞങ്ങളുടെ തുടക്കം. രാജാ സുലോചനയുമായി നസീർ സാർ അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് മനസാക്ഷി. ഈ കാലഘട്ടത്തിൽ മലയാള സിനിമാ രംഗത്ത് ഒരു വലിയ സ്തംഭനം അനുഭവപ്പെട്ടിരുന്നു. അപ്പോഴാണ് തായ് പിറന്താൽ വഴി പിറക്കും എന്ന തമിഴ് ചിത്രത്തിൽ നസീർ സാർ നായികയാവുന്നത്. അതിലും രാജാ സുലോചനയായിരുന്നു നായിക. ഈ അവസരത്തിൽ പ്രേം നസീർ മദ്രാസിലേക്ക് താമസം മാറ്റി. തിരുവനന്തപുരത്ത് നിന്ന് മദ്രാസിലേക്ക് താമസം മാറ്റി. എൻ്റെ മദ്രാസിലെ താമസത്തിന് വളരെയധികം സഹായങ്ങൾ രാജാ സുലോചന ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് 75 നസീർ സാർ പറഞ്ഞത്. 6-7 ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. പ്രഗത്ഭയായ ഒരു ഡാൻസർ കൂടിയാണ് രാജാ സുലോചന. എനിക്കവരോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവുമുണ്ട്. ജി വിശ്വനാഥനായിരുന്നു മനസാക്ഷിയുടെ സംവിധാനവും എഡിറ്റിങ്ങും. ഡോക്ടർ
പി.എ. നായരും വാണക്കുറ്റിയും ചേർന്നാണ് തിരക്കഥ എഴുതിയത്. ദയനീയ പരാജയമായിരുന്നു മനസാക്ഷി. ഉമ്മടിത്തങ്ക, വേലുത്തമ്പി ദളവ, വനമാല തുടങ്ങി 7 സിനിമകൾ മലയാളത്തിൽ സംവിധാനം ചെയ്ത ജി. വിശ്വനാഥ് സംവിധായകനായിട്ടും മനസാക്ഷി വീണതോടെ നിർമ്മാതാവ് അഖിലേശ്വര അയ്യർ സ്വാമീസ് ഫിലിം കമ്പനി പൂട്ടി എങ്ങോട്ടോ പോയി എന്നാണ് നസീർ സാർ പറയുന്നത്. ആ സിനിമയിൽ മാത്രമാണ്, ആ സിനിമയുടെ ഓർമ്മയിൽ രാജാ സുലേനെ മാത്രമേ സാറിന് ഓർമ്മയുള്ളൂ. അടുത്ത അദ്ദേഹം പറയുന്നത് എം എൻ രാജം എന്ന് പറഞ്ഞ നടിയെക്കുറിച്ചാണ്. തമിഴ് സിനിമയാണ് എം എൻ രാജവും ഞാനുമായി ചെയ്തത്. 14 ചിത്രങ്ങളിൽ നസീർ സാറിൻ്റെ നായികയായിരുന്നു എം എൻ രാജം. സ്ഫുടമായും ഭംഗിയായും സംഭാഷണം പറയാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ എം എൻ രാജത്തിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയും. എന്നോട് അവർക്ക് സ്നേഹവും ബഹുമാനവുമായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളിൽ അഭിനയിച്ചത് രാജാ സുലോചനയുടെ എം എൻ രാജത്തിൻ്റെ കൂടെയായിരുന്നു. നന്നായി പറയാനും പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ രാജ്യത്തിന് പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് നസീർ സാർ പറയുന്നു. നാടകരംഗത്ത് നിന്ന് വന്നതുകൊണ്ടും അഭിനയത്തിൻ്റെ കാര്യത്തിലും അവർക്ക് നാടകത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് നന്നായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നാണ് നസീർ സാർ വിലയിരുത്തുന്നത്. അടുത്ത അദ്ദേഹം പറയുന്നത് തമിഴ് നടി തന്നെയായ ഷൗക്കർ ജാനകിയെക്കുറിച്ചാണ്. ഒരു ജഡ്ജിയുടെ മകളാണ് ഷൗക്കർ ജാനകി. വിദ്യാസമ്പന്നയാണ്, അന്തസ്സുകാരിയാണ്. ഒരു ജഡ്ജിയുടെ മകൾ സിനിമാ രംഗത്ത് വരുന്നത് തന്നെ അത്ഭുതമാണ്, അതും അക്കാലത്ത്. കുടുംബത്തിലെ അതേ അന്തസ്സ് അവർ സിനിമാ രംഗത്തും കാത്തു സൂക്ഷിച്ചു. തനിക്കിഷ്ടപ്പെടാത്ത എന്തിനെക്കുറിച്ചും അവർ തുറന്ന് സംസാരിക്കും. പെട്ടെന്ന് ദേഷ്യം വരികയും അടുത്ത നിമിഷത്തിൽ അത് മാറുകയും ചെയ്യും ഷൗക്കർ ജാനകിയുടെ സ്വഭാവം എന്നാണ് നസീർ സാർ പറയുന്നത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ ചോദിക്കാൻ പോലും അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു എന്ന് നസീർ സാർ പറയുന്നു. എന്നെ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാം വെടുപ്പും വൃത്തിയുമായിരിക്കണമെന്ന വാശിക്കാരിയായിരുന്നു ഷൗക്കർ ജാനകി. വിദേശ പര്യടനത്തിന് പോയാൽ ഷോക്കേസിൽ അലങ്കരിക്കാനുള്ള മനോഹരമായ ധാരാളം സാധനങ്ങൾ അവർ ശേഖരിച്ച് കൊണ്ടുവരും. അതവരുടെ ഒരു ഹോബിയാണ്. അതുപോലെ തന്നെ അവർ നന്നായിട്ട് വായിക്കും. സാധാരണ സിനിമാ നടികൾക്കില്ലാത്ത ഒരു സ്വഭാവമാണല്ലോ ഈ വായന എന്നാണ് നസീർ സാർ പറയുന്നത്. ഏത് വിഷയത്തെക്കുറിച്ചും എപ്പോഴും ആധികാരികമായി സംസാരിക്കാൻ ഷൗക്കർ ജാനകിക്ക് കഴിയും എന്നാണ് നസീർ സാർ പറയുന്നത്.